നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഉൽപാദന രീതിയെക്കുറിച്ചാണ്, അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ്. എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണ്ടെത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. അഥവാ പ്രാഥമിക തലത്തിലും ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തത്തിലുള്ള പണമൂല്യം എത്രയാണോ അത് മാത്രം കണ്ടെത്തി ദേശീയ വരുമാനത്തെ കണക്കാക്കുന്ന രീതിയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതിനൊരു വില നിശ്ചയിച്ച് ആ ഒരു വില അല്ലെങ്കിൽ ആ ഒരു പണമൂല്യം മാത്രം കണക്ക് കൂട്ടി ദേശീയ വരുമാനത്തെ കണ്ടെത്തുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്കാളിത്തം എത്ര ഉണ്ടെന്നും ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നതെന്നും വിലയിരുത്താൻ ഉൽപാദന രീതി സഹായിക്കുന്നു. അപ്പോൾ ഉൽപാദന രീതിയിൽ പ്രത്യേകിച്ച് വരുമാനമോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലേക്കൊന്നും പോകാതെ ഉൽപ്പാദിപ്പിച്ച വസ്തുവിൻ്റെ വില അല്ലെങ്കിൽ അതിൻ്റെ പണം, അതിൻ്റെ പണമൂല്യം മാത്രം കണക്ക് കൂട്ടി ദേശീയ വരുമാനത്തെ കണ്ടെത്തുന്ന രീതിയെയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഉൽപാദന രീതി അനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണ്ടെത്തുമ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് ദേശീയ വരുമാനത്തിലേക്കുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ രീതിയാണ് വരുമാന രീതി, ഇൻകം മെത്തേഡ്. ഉൽപാദന ഘടകങ്ങൾക്കു ലഭിക്കുന്ന പ്രതിഫലമാണ് വരുമാനം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഥവാ ഒരു ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ പ്രതിഫലത്തെയാണ് എന്ത് പറയുന്നത്? വരുമാനം എന്ന് പറയുന്നത്. ഉദാഹരണം, ഉൽപാദന ഘടകങ്ങളിൽ നിന്നു ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായത്തെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. ഓരോ ഉൽപാദക ഘടകത്തിൻ്റെയും ദേശീയ വരുമാനത്തിലുള്ള സംഭാവന വേർതിരിച്ചറിയാൻ ഈ രീതിയിലൂടെ സാധ്യമാണ്. നേരത്തെ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വസ്തുവിൻ്റെ പണമൂല്യം മാത്രമാണ് കണക്കാക്കിയിരുന്നതെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപാദന വസ്തുവിൻ്റെ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പണമല്ല ഇവിടെ കണക്കാക്കുന്നത്. പകരം ഇവിടെ അതിന് ലഭിക്കുന്ന പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മൊത്തത്തിൽ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ ദേശീയ വരുമാനത്തെ കണ്ടെത്തുന്നതിനെയാണ് വരുമാന രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ നമ്മൾ പഠിച്ചത് ഒന്ന് ഉൽപാദന രീതിയും രണ്ടാമത്തെ വരുമാന രീതിയുമാണ്. എന്നാൽ ഈ മൂന്നാമത്തെ ഒന്ന് ചെലവ് രീതിയാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒരു വർഷത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരും ആകെ ചെലവഴിക്കുന്ന തുക കണ്ടെത്തി അതുവഴി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ചെലവിനോടൊപ്പം നിക്ഷേപവും ചെലവായാണ് കണക്കാക്കുന്നത്. ഉപഭോഗ ചെലവും നിക്ഷേപ ചെലവും സർക്കാർ ചെലവും കൂടിച്ചേരുമ്പോഴാണ് ആകെ ചെലവ് ലഭ്യമാകുന്നത്. മേൽ പറഞ്ഞ ഏത് രീതിയിൽ കണക്കാക്കിയാലും ദേശീയ വരുമാനം ഒന്നു തന്നെയായിരിക്കും. ഉൽപാദന രീതിയായാലും വരുമാന രീതിയായാലും ചെലവ് രീതിയായാലും ഇതൊക്കെ ദേശീയ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വിവിധ മെത്തേഡുകളാണ്, വിവിധ മാർഗങ്ങളാണ്. ഈ ഏത് മാർഗങ്ങളിലൂടെ നമ്മൾ കണക്ക് കൂട്ടിയാലും നമുക്ക് ലഭ്യമാകുന്ന ദേശീയ വരുമാനം ഒന്ന് തന്നെയായിരിക്കും. ചെലവ് രീതിയിൽ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ഉപഭോഗ ചെലവ്, അതാണ് നമ്മൾ ചെലവഴിക്കുന്നത് ചെലവും. നിക്ഷേപ ചെലവ്, നമ്മൾ സാമ്പത്തികമായിട്ട് പണം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചെലവും. ഇത് മൂന്നും ചേർന്നതാണ് ചെലവ് രീതി എന്ന് പറയുന്നത്.